അസ്സലാമു അലൈക്കും. ഇതിപ്പോൾ ഇന്നലെ കട്ട് ചെയ്ത നെക്കിൻ്റെ പീസാണ്. അപ്പോൾ ആദ്യം അടിക്കുന്നത് ഇതിൻ്റെ കരയാണ്. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ തുണിക്ക് മേച്ചായ നൂലെടുക്കാൻ ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ ഒരു കാണുമ്പോൾ ഒരു ഫിനിഷിങ് ഉണ്ടാവും. നൂല് മേച്ചായിട്ട് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കരടിക്കാം. ഒരു ചെറുങ്ങനെ ഒരു മടക്ക് മടക്കിയിട്ട് ഇങ്ങനെ കരടിക്കാം. സ്റ്റാർട്ടിങ് ഇതുപോലെ കരടിച്ചുകൊണ്ട് പോകാം. ഒരു മടക്ക് രണ്ടും പീസും അടിച്ചിട്ടുണ്ട്. ചെറുങ്ങനെ നേർങ്ങനെ ഇട്ടിട്ട് ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഇത് നെക്കിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഈ പീസ് ഇതിൻ്റെ വശം വെക്കുക. നല്ല വശത്തേക്കാണ് വെക്കേണ്ടത്. ഇതുപോലെ വെച്ചിട്ട് 1/2 ഇഞ്ച് ഇതിൽ അടിച്ച് കൊണ്ടുവരിക. ഇതുപോലെ റൗണ്ട് വരെ ഇതുപോലെ വെക്കാം. എന്നിട്ട് ഇങ്ങനെ അടിച്ച് കൊണ്ടുവരാം. ഇതുപോലെ അടിക്കുക. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ കിട്ടും. ഇതുപോലെ അടിച്ചതിന് ശേഷം ഇതിനെ തിരിച്ചിട്ടിട്ട് ഇതിനെ ഉൾവശത്തേക്ക് ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ കര അടിക്കുക. ഫസ്റ്റ് ഈ കരഭാഗം ഇതുപോലെ അടിച്ചു കൊണ്ടുവരിക. കരഭാഗം ഒരു ഇഞ്ചിൽ ഇങ്ങോട്ടേക്ക് അടിക്കാം. കുറച്ച് ഇപ്പത്തേക്കായിട്ട്. അപ്പോൾ ഒരടി മതിയാവും. ഇതുപോലെ ഇങ്ങനെ മടക്കിക്കൊണ്ട് ഇതുപോലെ അടിച്ചെടുക്കാം. ഇങ്ങനെ അടിച്ചിട്ട് 2 വശവും അടിച്ചിട്ടുണ്ട്. ഇതുപോലെ ആണ് അടിക്കേണ്ടത്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത് നല്ല വശം, ഇത് നമ്മളെ ഉൾവശമാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് വിട്ടിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത്. ഇതുപോലെ ജോയിൻ ചെയ്യാം. ഇതുപോലെ 2 ഭാഗവും ജോയിൻ ചെയ്യാം. 2 ഷോൾഡറും ജോയിൻ ചെയ്യുക. 2 അടി കൊടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇനി വേണ്ടതാണ്, ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് സ്ലീവ് എടുക്കാം. ഇതാണ് നമ്മൾ സ്ലീവ്. ഇതിൻ്റെ ബോട്ടം നമ്മൾ കരടിക്കണം. അതിന് ഫസ്റ്റ് 1 ഇഞ്ച് അടിക്കാം, 1/2 ഇഞ്ച് അടിക്കാം, പിന്നെ 1 ഇഞ്ച് 1.5 ഇഞ്ചാണ് നമ്മൾ മടക്കിന് തയ്യൽക്കൊമ്പ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം 1/2 ഇഞ്ച് അടിച്ചെടുക്കാം. അടിച്ചിട്ടുണ്ട്. ഇനി 1 ഇഞ്ച് കൂടി മടക്കി അടിക്കാം. ഇതുപോലെ 1 ഇഞ്ച് മടക്കി അടിക്കാം. സ്ലീവിൻ്റെ കര അടിച്ചിട്ടുണ്ട്. രണ്ടും അടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു മാർക്ക് ചെയ്യാം നടുവിൽ. എന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നല്ല വശത്തേക്ക് സ്ലീവിൻ്റെ ഉൾവശമാണ് ഇങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഷോൾഡറിൻ്റെ ഇവിടെ നടുവ് വെച്ച് കൊടുത്തിട്ട് ഇവിടെ 1/2 ഇഞ്ച് വെള്ളത്തിൽ അടിക്കാം. ഓക്കെ, ഇതുപോലെ അടിക്കാം. ഇതുപോലെ അടിക്കുമ്പോലെ സ്ലീവ് ഇങ്ങനെ കൈയോട് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകണം. അറ്റം വരെ ഇങ്ങനെ ജോയിൻ്റ് ആക്കിയിട്ട് കൊണ്ടുപോകാം. ഇതുപോലെ കൊണ്ടുപോയിട്ട് ഇതുപോലെ ഇവിടം വരെ
റിഗാളിൻ്റെ അവിടെ വരെ. അവിടെ നിന്ന് തിരിച്ച് വരാം. അതേ ലൈനിൽ കൂടെ അടിച്ചുകൊണ്ട് തിരിച്ച് വന്നിട്ട് ഇവിടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അതേപോലെ ഇപ്പോഴത്തെ ഭാഗവും അടിച്ചെടുക്കാം. ഇതേപോലെ തന്നെ അടിച്ചെടുക്കാം. ഇതേപോലെ ഇങ്ങനെ ജോയിൻ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് ഇതേപോലെ അടിക്കാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. സംശയങ്ങൾ കമൻറ്റിൽ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, എല്ലാ സംശയത്തിനും ഉത്തരം പറഞ്ഞു തരുന്നതാണ്. കൈ ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട്. രണ്ട് വശവും ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കിട്ടും. അതിന് നമുക്ക് ഉൾവശത്തേക്ക് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം ഇനിയാണ് നമുക്ക് അളവ് വേണ്ടത്. അളവെന്ന് പറഞ്ഞാൽ ബോട്ടം ഒരു 3.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തണം. 3.5 ഇഞ്ച്. റിഗാൾ ഒരു 5.5 5.5 ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് അടയാളപ്പെടുത്താം. അപ്പോൾ ഈ ബോട്ടം ഒന്ന് ഈ റിഗാളിലേക്ക് ഇതുപോലെ കൊടുക്കാം. ഇതുപോലെ ബോട്ടം ഒന്ന് റിഗാളിലേക്ക് ഇതുപോലെ കൊടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ ഇവിടെ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ്. ഇവിടെ 1.5 ഇഞ്ചാണ് വരുന്നത്. 1.5 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം. അതേപോലെ മറ്റേ വശം അത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ അളവിന് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അടയാളപ്പെടുത്താം. അതേപോലെ തന്നെ റിഗാളും ഇതേപോലെ ഇങ്ങനെ അടയാളപ്പെടുത്താം. ഇവിടെ 1.5 ഇഞ്ച് ഇവിടുന്ന് ബോട്ടമിലേക്ക് ജോയിൻ ചെയ്യാം. ഇവിടുന്ന് താഴത്തേക്ക് ഇതുപോലെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇനി ബോട്ടമിൽ നിന്നും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ ജോയിൻ ചെയ്യാം. സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ രണ്ട് വശവും ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഞാനെല്ലാം നിങ്ങൾക്ക് കാണിക്കുന്നത് ചെറിയ അളവാണ്. കാരണം എന്ന് പറഞ്ഞാൽ പഠിക്കുന്നതാണ്. പഠിക്കുമ്പോൾ നല്ലൊരു ചെറുതാണ് നമുക്ക് നല്ലത്. എപ്പോഴും ചെറുതിൽ പഠിച്ചിട്ട് പിന്നെ വലുതിൽ തുടങ്ങും. അപ്പോൾ ശരിക്കും നമുക്ക് പഠിച്ച പോലെ ആവും. ചെറുതാകുമ്പോൾ പെട്ടെന്ന് അടിച്ചിട്ട് കഴിയും. അതുകൊണ്ടാണ് ഞാൻ ചെറിയ അളവെല്ലാം കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ കര അടിക്കാം. കര അതുപോലെ തന്നെ ഫസ്റ്റ് 1/2 ഇഞ്ച് അടിക്കാം ഇതുപോലെ. പിന്നെ 1 ഇഞ്ച് മടക്കി അടിക്കാം. ഓക്കെ, ഫസ്റ്റ് 1/2 ഇഞ്ച് മടക്കി അടിക്കാം. അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഷോൾഡർ കൈയെല്ലാം ആയി താഴെ കരയും അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. തിരിച്ചിട്ട് നോക്കാം. നമ്മളെ ജിപ്പില്ലാത്ത നെറ്റി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ജിപ്പില്ലാത്ത നെറ്റി. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ അടിക്കുമ്പോൾ നമ്മൾ സൈഡ് ഓപ്പൺ ഇല്ലാത്ത ടോപ്പ് ഉണ്ടല്ലോ, അതും ഇതുപോലെയാണ് അടിക്കേണ്ടത്. സൈഡ് ഓപ്പൺ ഇല്ലാത്ത ടോപ്പും ഇതുപോലെയാണ്. അപ്പോൾ ഇനി നമ്മൾ പഠിപ്പിക്കുന്നത് ജിപ്പുള്ളതാണ്. ഓക്കെ.